ജമ്മുകശ്മീരിൽ 3 ഘട്ട തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കിയിരിക്കുന്നതിനുള്ളത് ഹരിയാന തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. പ്രിയങ്ക ഗാന്ധി ഇന്ന് വിനേഷ് ഫോഗട്ടിന്റെ മണ്ഡലമായ ജൂലാനയിൽ പൊതുറാലിയിൽ പങ്കെടുക്കും. അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ബിജെപിക്ക് വേണ്ടി പ്രചാരണം നടത്തും. അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഹരിയാനയിൽ നിന്ന്. അരവിന്ദ്, എന്തായാലും ഊർജിതമായ അവസാനങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഹരിയാന രാഷ്ട്രീയത്തിൽ പല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിനേഷ് ഫോഗട്ടിന്റെ സ്ഥാനാർത്ഥിത്വം, ഒപ്പം തന്നെ ജാട്ട് സമുദായത്തിന്റെ പിന്തുണ ബിജെപിക്ക് നഷ്ടപ്പെടുന്നു. ദലിത് വിഭാഗങ്ങളിൽ ഒരു ഭാഗം തീരുമാനമെടുക്കാതെ നിൽക്കുന്നു. അങ്ങനെ ഒരു സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തുടർ ഭരണം എന്നുള്ള ബിജെപിയുടെ പ്രതീക്ഷ അത് വലിയ രീതിയിൽ അവർക്ക് നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഈ വിനേഷ് ഫോഗട്ടിന്റെ അടക്കം ജാട്ട് സമുദായത്തിന്റെ അടക്കം പിന്തുണ നേടിയ കോൺഗ്രസും വലിയ പ്രതീക്ഷയിലാണ്. എങ്ങനെ പുരോഗമിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ? ജിൽസി, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് പോവുകയാണ്. നാളെയാണ് പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ജുലാനയിലാണ്. ജുലാനയിൽ നമുക്കറിയാം, ഗുസ്തി താരമായ വിനേഷ് ഫോഗട്ടാണ് മത്സരിക്കുന്നത്. ഇന്നിവിടെ ഒരു പൊതുറാലിയുണ്ട്. പ്രിയങ്ക ഗാന്ധി ഈ പൊതുറാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി ജുലാനയിലേക്ക് എത്തുകയാണ്. അവസാനഘട്ട വോട്ടിൽ ഈ സ്ത്രീകളുടെ ഒരു വോട്ട് ഏകീകരണത്തിനാണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ എത്തുന്നതിലൂടെ ഒരു ശ്രമം നടത്തുന്നത്. നമ്മൾ ഹരിയാനയിലെ വിവിധ ഇടങ്ങളിൽ സഞ്ചരിച്ചിരുന്നു. ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. BJPക്കെതിരെ വലിയ രീതിയിലുള്ള വികാരം ഇത്തവണ ഉണ്ട്. കർഷകരായാലും ഗുസ്തി താരങ്ങളായാലും ദളിത് വിഭാഗമായാലും ജാട്ട് വിഭാഗങ്ങളെല്ലാവരും അവരുടെ ആവശ്യങ്ങൾ ഈ BJP സർക്കാർ പരിഗണിക്കുന്നില്ല എന്നൊരു വിമർശനം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കാൻ BJP പല തന്ത്രങ്ങളും പയറ്റുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു BJPക്ക് വേണ്ടിയുള്ള പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാരടക്കം പ്രചാരണത്തിറക്കിക്കൊണ്ടായിരുന്നു BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്തായാലും കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ സംസ്ഥാന പര്യടനം ഉണ്ടായിരുന്നു. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഹുലിന്റെ ഒരു പര്യടനം ഉണ്ടായിരുന്നു. 10 വർഷം, നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി ഹരിയാനയിൽ BJP സർക്കാരാണ് ഉള്ളത്. പക്ഷേ കർഷക പ്രതിഷേധവും അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും എല്ലാം വലിയ രീതിയിൽ അവരെ ബാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഇരു പാർട്ടികൾക്കും ഒരുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിമത ഭീഷണിയാണ്. നമുക്കറിയാം, കോൺഗ്രസ് ഇതിനോടൊപ്പം തന്നെ ഏകദേശം 15ഓളം നേതാക്കളെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. BJPയും സമാനമായ രീതിയിൽ 6 മുതൽ 8 വരെ നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എന്തായാലും അവസാനഘട്ട പ്രചാരണം ശക്തമാക്കി തന്നെയാണ് പാർട്ടികൾ പോകുന്നത്. ഇതുകൂടാതെ തന്നെ JJP ആകട്ടെ, ആം ആദ്മി പാർട്ടി ആകട്ടെ, മറ്റു പാർട്ടികളാകട്ടെ, അവരും ശക്തമായ പ്രചാരണം നടത്തുന്നു. JJP കഴിഞ്ഞ തവണ BJPക്കൊപ്പം സർക്കാരിൽ നിന്ന് പാർട്ടിയാണ്. മനോഹർലാൽ ഖട്ടറിനെ മാറ്റി നായബ് സിംഗ് സൈനി വന്നതിന് പിന്നാലെയാണ് JJP BJPയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഒറ്റയ്ക്ക് മത്സരിക്കുന്നതും. എന്തായാലും JJPയും ഇത്തവണ ആസാദ് സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവരും വലിയ പ്രതീക്ഷയിൽ തന്നെ പോകുന്നു. ശക്തമായ പ്രചാരണം. ആം ആദ്മി പാർട്ടിയും 90 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അവരുടെ വോട്ട് വിഹിതം നമുക്കറിയാം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഏകദേശം 5% വോട്ട് വിഹിതം ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ വർദ്ധിപ്പിച്ചിരുന്നു. ഇതുകൂടാതെ തന്നെ ഈ ചില അതിർത്തി പ്രദേശങ്ങളുണ്ട്. പഞ്ചാബുമായും ഡൽഹിയുമായും അതിർത്തി പങ്കിടുന്ന സീറ്റുകളുണ്ട് ഹരിയാനയിൽ. അതുകൊണ്ട് തന്നെ ഈ സീറ്റുകളിൽ കൃത്യമായ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ശക്തമായ ആത്മവിശ്വാസത്തിൽ പോകുന്നു. 89 സീറ്റുകളാണ് കോൺഗ്രസ് ഹരിയാനയിൽ മത്സരിക്കുന്നത്. ഭിവാനി സീറ്റ് CPMന് വിട്ടു നൽകി. അവിടെയും ശക്തമായ പ്രചാരണം കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി CPM സ്ഥാനാർത്ഥി ഓംപ്രകാശ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഓംപ്രകാശിനോടക്കം നമ്മൾ സംസാരിച്ചിരുന്നു. കൃത്യമായി കോൺഗ്രസിന്റെ വലിയൊരു പിന്തുണയുണ്ട്. കോൺഗ്രസ് ഇവിടെ സർക്കാർ രൂപീകരിക്കുമെന്ന് തന്നെയാണ് ഭിവാനിയിലെ CPM സ്ഥാനാർത്ഥി വ്യക്തമാക്കി. ഇന്ന് 4 മണിക്ക് ഇവിടുത്തെ ഹരിയാനയിലെ മുൻ മുഖ്യമന്ത്രി ഭൂപിന്ദർ സിംഗ് കൂടെ പങ്കെടുക്കുന്ന റാലി ഭിവാനിയിലുണ്ട്. എന്തായാലും വാശിയേറിയ പ്രചാരണം തന്നെയാണ് ഹരിയാനയിൽ നടക്കുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഹരിയാന, ജമ്മു കാശ്മീർ. അതുകൊണ്ട് തന്നെ BJP സർക്കാരിന് ലോക്സഭയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരിച്ചെങ്കിലും ഒരു സീറ്റ് കുറഞ്ഞതിലൂടെ വലിയൊരു തിരിച്ചടി നേരിട്ടിരുന്നു. സമാനമായ തിരിച്ചടി ഇത്തവണ തുടരുമെന്നൊരു ആശങ്ക BJP ക്യാമ്പുകളിലുണ്ട്. എന്തായാലും ഹരിയാനയിൽ ഉടനീളം ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ജിൽസി, ശരി. എന്തായാലും ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അരവിന്ദ് കൃത്യമായി ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് ഹരിയാനയെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാണ്.